ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സച്ചി ഒരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന ഉടനെ രവി പറയുന്നുണ്ട്, മോനെ നീ ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലല്ലോ, ഇന്ന് കിടന്ന് ഉറങ്ങുക, ഇനി ഓട്ടത്തിനൊന്നും പോകണമെന്ന്. അത് ശരിയാകില്ല അച്ഛാ, ഞാൻ ഇന്നലെ ഏറ്റ ഓട്ടമല്ലേ, അതുകൊണ്ട് ചെന്നിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി അങ്ങ് ഇറങ്ങിപ്പോവും. അന്നേരം രേവതി ഇങ്ങനെ കാശിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് അസൂയയും കുശുമ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. രേവതി അത് നെഞ്ചോട് ചേർത്തൊക്കെ പിടിച്ചിട്ട് അതുകൊണ്ടൊന്ന് അങ്ങ് റൂമിനകത്ത് അലമാരിക്കത്തങ്ങ് വെക്കും. അന്നേരം ചന്ദ്രമതി ഓർത്താൻ അതിനകത്തുനിന്ന് കുറച്ച് പൈസയെങ്കിലും ചന്ദ്രമതിക്ക് തരുമായിരിക്കുമെന്ന്. അന്നേരം അത് കിട്ടാത്തതിൻ്റെ കലിപ്പിലിരിക്കുകയാണ് ചന്ദ്രമതി. അപ്പോൾ പിന്നെ രേവതി അടുക്കളയിൽ കയറി പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വർഷ ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട് ഇറങ്ങി വരും. അന്നേരത്തിന് ഉടനെ തന്നെ രേവതിയെ കേൾപ്പിക്കാനായിട്ട് വർഷയോടായിട്ട് പറയുന്നുണ്ട് ചന്ദ്രമതി, മോളെ വർഷ, നീ എൻ്റെ പേരിലാണ് ബ്യൂട്ടി പാർലർ നടത്തുന്നത്, എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു തുക നീ എനിക്ക് കൊണ്ട് തരുന്നുണ്ട് എല്ലാ മാസവും എന്നൊക്കെ പറയും. അപ്പം ആദ്യം വർഷയ്ക്കൊന്ന് ഞെട്ടുന്നൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അപ്പം ചന്ദ്രമതിയുടെ പേരിലൊന്നും അല്ലല്ലോ ആ ബ്യൂട്ടി പാർലർ. അന്നേരം ഇവിടെ പലരും എൻ്റെ പേരിട്ടാണ് ഓരോ കടകളൊക്കെ തുടങ്ങിയിരിക്കുന്നത്, എന്നിട്ട് അതിൽ നിന്ന് ഒരുപാട് കാശൊക്കെ കിട്ടിയിട്ട് ഒരു 10 രൂപ പോലും ആരും എൻ്റെ കൊണ്ട് തന്നില്ല, ഒരു 100 രൂപയൊക്കെ തരാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രേവതി കേൾപ്പിക്കാൻ ഓരോന്നോ പറഞ്ഞുകൊണ്ടിരിക്കുക. രേവതി അടുക്കളയിൽ പണിയുന്നതിനിടെ ഇതെല്ലാം കേൾക്കുന്നുണ്ട്, എന്നാൽ ഒന്നും മൈൻഡുന്നേ ഇല്ല. അപ്പം വർഷയ്ക്കും മനസ്സിലാകും രേവതിയെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ രേവതി ഇടയ്ക്ക് ഇറങ്ങി വന്നിട്ട് മേളിൽ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, ആൻറ്റി രേവതിയെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ ഇത്രയും വർത്തമാനം പറഞ്ഞത്? അതെ, അവളെ കേൾപ്പിക്കാൻ കൂടിയാ എന്നൊക്കെ പറയും. രേവതി ആൻറ്റിക്ക് പൈസയൊന്നും തന്നില്ലെന്ന് ചോദിക്കും. ഒന്നും തന്നില്ല എന്ന് പറയും. എന്നാൽ ചിലപ്പം രേവതി ആൻറ്റി പറയുന്ന കേട്ടിട്ട് ആൻറ്റിക്ക് പൈസ എടുത്ത് തരാനായിട്ട് പോയതായിരിക്കും, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയും. വർഷ പുറകെ ചെന്ന് നോക്കുമ്പോഴത്തേന് രേവതി അലമാരി തുറന്ന് പൈസയൊക്കെ എടുക്കുന്നു, എണ്ണുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഉടനെ ഓടി വന്ന് വർഷ താഴെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, രേവതി കാശൊക്കെ എണ്ണുന്നുണ്ട്, ചിലപ്പോൾ ആൻറ്റിക്ക് തരാനായിരിക്കുന്നു. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് അങ്ങ് സന്തോഷമാവും. എന്നിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രേവതി ആ പൈസയൊക്കെ എടുത്ത് പേഴ്സൊക്കെ എടുത്ത് താഴോട്ടിറങ്ങി വരുന്നുണ്ട്. ഉടനെ തന്നെ രേവതി പറയും, അമ്മേ അടുക്കളയിലെ പണിയെല്ലാം തീർത്തിട്ടുണ്ടെന്ന്. അതിനെന്താ മോളെ, തീർന്നോ എന്നൊക്കെ ചോദിക്കും. പിന്നെ അടുക്കളയിൽ സാമ്പാർ അടുപ്പിൽ നിൽപ്പുണ്ട്, അതൊന്ന് താത്ത് വെച്ചേക്കണം. ശരി, പിന്നെന്താ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. പിന്നെന്താ വിശേഷമാണ്, ഞാനൊന്ന് പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് രേവതി ഉടനെ തന്നെ അങ്ങ് പോകും. അത് കാണുമ്പോഴത്തേനും ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഉടനെ അവർ പറയും, അവൾക്ക് കുറച്ച് കാശ് കിട്ടിയെന്ന് പറഞ്ഞ് അവളെന്നെ അടുക്കളക്കാരിയാക്കാൻ നോക്കുന്നു, അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് ഞാൻ നോക്കണം എന്നൊക്കെ അല്ലേ പറഞ്ഞിട്ട് പോയത്, ഇനി അവളുടെ കാശൊന്നും എനിക്ക് വേണ്ട, ഞാൻ ആരുടെയും കാശൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ നിൽക്കുന്ന ഉടനെ വർഷയ്ക്ക് ചിരിയൊക്കെ വരും. പക്ഷേ വർഷ ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്. രേവതിയെ കാശെല്ലാം കൊണ്ട് സച്ചിയുടെ കൂട്ടുകാരായ മഹേഷിൻ്റെ ഒക്കെ അടുത്താണ് ചെല്ലുന്നത്. എന്നിട്ട് അവരോട് പറയുകയാണ്, സച്ചിയേട്ടന് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പോൾ ഓട്ടോ അല്ലേ ഓടിക്കുന്നത്, അത് കാരണം വൈകിട്ട് ഒത്തിരി താമസിച്ചാണ് വരുന്നത്, അതുപോലെ പൈസ ഇല്ല എന്നൊക്കെ പറയും. ഉടനെ മഹേഷ് പറയുന്നുണ്ട്, ശരിയാണ്, ടാക്സിക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നത്രയും കാശൊന്നും ഓട്ടോ ഓടിച്ചാൽ കിട്ടത്തില്ല, കഷ്ടപ്പാടും കൂടുതലാണ്, എന്ത് ചെയ്യാനാ. ആദ്യം സച്ചി ഒരു കാറൊക്കെ നോക്കിയതായിരുന്നു, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് അത് എടുക്കാതെ പോയത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ അവൻ ആ കാറ് വിറ്റത്, അപ്പം ഞങ്ങൾ കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞിട്ടും അവൻ സമ്മതിച്ചില്ല, ഉണ്ടാകുമ്പോൾ തന്നാൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടേ. രേവതി പറയും, അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ കാശിന് സച്ചിയേട്ടനൊരു കാർ എടുത്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചെന്ന്. അപ്പോൾ ആ കൂട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അന്നേരം പറയും, സച്ചി ഒരു കാറ് നോക്കിയായിരുന്നു, 3-3.5 ലക്ഷം രൂപ ആകും എന്ന് പറയും. എന്നാൽ നമുക്ക് ആ കാറൊന്ന് നോക്കാൻ പോയാലോ എന്നൊക്കെ രേവതി പറയും. അതിനെന്താ, നമുക്ക് പോയി നോക്കാം, അതിനുള്ള കാശൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അല്ല, നമ്മൾ പൂവൊക്കെ വിറ്റതിൻ്റെ വക കുറച്ച് പൈസ കിട്ടിയായിരുന്നല്ലോ, ആ പൈസ കൊണ്ടുവന്ന് കൊടുത്തു നോക്കാം എന്നൊക്കെ പറയും. എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് അവരാ യൂസ്ഡ് കാറ് വിൽക്കുന്ന കടയിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ ആ കടക്കാരൻ സച്ചിക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ സച്ചി നോക്കി വെച്ച കാറ് പോയിട്ടില്ല, അതുകൊണ്ട് കുറച്ചൊക്കെ പണിയും കൂടെ ചെയ്ത് ഒരു സർവീസിങ് ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണെന്നൊക്കെ പറയും. അന്നേരം രേവതിയെ പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. എന്നാൽ കാറ് മേടിക്കാൻ വേണ്ടി വന്നതാ, വൈഫ് ഒരു സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാന്നൊക്കെ പറയും. അന്നേരം ആ കാറ് കാണിക്കാമെന്ന് ചോദിക്കും. അതിനെന്നാ പോയി കണ്ടോളാൻ പറഞ്ഞ് ആ കാറിൻ്റെ ചാവിയൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ ഇവരതെല്ലാം ചെന്ന് കാണുന്നുണ്ട്.
അപ്പോൾ രേവതിക്ക് കാറ് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, സച്ചിക്ക് ഇഷ്ടപ്പെട്ട കാറാണല്ലോ എന്ന് വിചാരിച്ച് എല്ലാം നോക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ എത്ര രൂപ ആകും, എത്ര രൂപ അടയ്ക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും 4 ലക്ഷം രൂപയാകും, ആദ്യം ഒരു 1.5 ലക്ഷം രൂപ അടയ്ക്കണമെന്ന്. അപ്പം രേവതി പറയുന്നുണ്ട് ഇപ്പം അത് നാളെ തന്നെ ഞാൻ കൊണ്ടുതരാം, അതുകൊണ്ട് വേറെ ആർക്കും ഇത് കൊടുക്കരുതെന്ന് പറയും. ഞാനൊരു ദിവസം അത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്നൊക്കെ പറയും. അതല്ല സച്ചിയേട്ടന് ഒരു ഇഷ്ടപ്പെട്ട കാറായതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ പറയും എന്നാൽ ഞാനിത് ആർക്കും കൊടുക്കത്തില്ല, നാളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് കൂട്ടുകാരോട് രേവതി പറയുന്നുണ്ട് ഇപ്പോൾ 1.25 ലക്ഷം രൂപയുണ്ട്, ഇനി 25,000 രൂപയും കൂടെ മതിയെന്ന് പറയും. അന്നേരത്തേന് ആ കൂട്ടുകാർ പറയും ഞങ്ങളത് ഒപ്പിച്ച് തരാമെന്ന്. വേണ്ട, ഞാനതെങ്ങനെയും ഒപ്പിച്ചോളാം എന്ന് പറഞ്ഞ് രേവതി ഇറങ്ങിലേക്ക് വരുന്ന വഴിക്ക് രേവതി അനിയത്തിയെ കാണുന്നുണ്ട്. അനിയത്തി വിളിച്ചിട്ട് ആദ്യം രേവതി അത് കേൾക്കുന്നൊന്നുമില്ല. അന്നേരം ദേവു വന്ന് അടുത്ത് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് രേവതി പെട്ടെന്ന് നീയായിരുന്നോ, ഞാനൊരു കാര്യം ഓർത്ത് പോവായിരുന്നൊക്കെ പറയും. അതെനിക്ക് തോന്നി, അല്ലെങ്കിൽ ആദ്യത്തെ വിളിക്ക് തന്നെ ചേച്ചി ഇപ്പം വിളി കേട്ടാനല്ലോ, എന്നാ കാര്യം എന്നൊക്കെ ചോദിക്കും. അതല്ല, എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ കാശ് വെച്ച് ഞാൻ സച്ചിയേട്ടനൊരു കാർ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു, സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചെന്നൊക്കെ പറയും. അല്ലായിരുന്നെങ്കിൽ സച്ചിയേട്ടൻ കൊടുത്തേനല്ലോ എന്നൊക്കെ ദൈവവും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ 25,000 രൂപയും കൂടെ വേണം, അതിനുള്ള ബുദ്ധിമുട്ട് ഞാനിങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. സച്ചിയേട്ടൻ്റെ വണ്ടി പോകാൻ ഒരു കാരണം നമ്മുടെ ശരത്തൂടാണല്ലോ, അത് ഓർത്തിട്ട് ഞാനത് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചെന്ന് പറയും. അതെന്തായാലും നന്നായി ചേച്ചി, ചേച്ചി എൻ്റെ സഹോദരിയല്ലേ, ഇപ്പം ഭർത്താവിന് ഇങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നേരത്ത് ഞാൻ സഹായിക്കണ്ടേ, അതുകൊണ്ട് നമുക്ക് നോക്കാമെന്നൊക്കെ പറയും. അന്നേരം അത് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.